വഴികാട്ടി. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതുതലമുറയ്ക്ക് വഴികാട്ടുന്ന വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. സ്കൂൾ തുറന്നതിൻ്റെ ഉത്സാഹത്തിലാവും എല്ലാവരും എന്നറിയാം. എൻ്റെ പേര് റീന സെബാസ്റ്റ്യൻ എന്നാണ്. നിങ്ങളോട് ഒരു കുഞ്ഞു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാനായിട്ട് പുഴയോരത്തേക്ക് പോവാണ്. രാത്രിയിലാണ് അയാൾ പോണത്. അയാളുടെ കയ്യിൽ ചൂണ്ടയുണ്ട്. മീനെ കിട്ടാൻ വേണ്ടി ചൂണ്ടയിൽ കൊളുത്താനുള്ള കുഞ്ഞ് മണ്ണിരകളും കുറച്ച് തീറ്റകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് അയാൾ പുഴയോരത്ത് പോയിരുന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല നനുത്ത നിലാവുണ്ട്. നിലാവിൽ പുഴയിലെ ഓളങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ നിലാവിൽ കുളിച്ച് നിൽക്കുന്ന പുഴയൊക്കെ കണ്ട് അയാൾ മീൻ പിടിക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷേ അയാൾ ഇരുന്ന പരിസരം അത്ര വെളിച്ചമുള്ളതൊന്നും ആയിരുന്നില്ല. കുറച്ച് ഇരുണ്ട പ്രദേശമായിരുന്നു. നിലാവിൻ്റെ വെളിച്ചം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സമയം മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ കുറേ നേരം ഇരുന്നിട്ടും അയാൾക്ക് മീനൊന്നും കിട്ടിയില്ല. അയാൾക്ക് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അയാൾ തൻ്റെ സമീപത്ത് ഒരു കൽക്കൂമ്പാരം ഉണ്ടായിരുന്നു. അയാൾ അറിയാതെ ഈ കൽക്കൂമ്പാരത്ത് ഇങ്ങനെ കൽക്കൂമ്പാരത്തിൽ നിന്ന് ഓരോരോ കല്ലുകളായിട്ടെടുത്ത് അങ്ങനെ പുഴയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിരുന്ന് പതുക്കെ അതിൻ്റെ ഇടയിൽ അയാൾക്ക് മീൻ കിട്ടി. പക്ഷേ അയാൾ ഈ ബോറടിക്കുമ്പോൾ കല്ലിട്ടിരുന്ന പരിപാടി നിർത്തിയില്ല. കല്ലുകൾ ഇട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കല്ലേ നേരം വെളുത്ത് പതുക്കെ നേരം വെളുത്ത് വന്നു. പ്രഭാതമായി. സൂര്യകിരണങ്ങളൊക്കെ ഇങ്ങനെ അടുത്തെത്തി തുടങ്ങി. അങ്ങനെ അയാളിരുന്ന പരിസരം മുഴുവൻ പ്രകാശമാനമായി. ആ സമയത്താണ് അയാൾ നോക്കുന്നത്. അയാൾ നോക്കിയപ്പോൾ അയാൾ ഇട്ടിരുന്ന കല്ലുകളൊക്കെ രത്നക്കല്ലുകളായിരുന്നു. പുഴയിലേക്ക് എറിഞ്ഞ് കളഞ്ഞ കല്ലുകളൊക്കെ അവശേഷിക്കുന്ന 2-3 കല്ലുകൾ മാത്രമായിരുന്നു. ആ കൽക്കൂമ്പാരത്തിലെ എല്ലാ കല്ലുകളും അയാൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കയ്യിലും ഇത്ര വില പിടിച്ച രത്നങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമയമാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അധ്യാപകരാണ്. അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏറ്റവും വിജയത്തിലെത്തുക. എല്ലാ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.